بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിൽ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ ഖുർആനുമായി അടുത്ത ബന്ധം വെച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൻ്റെ എല്ലാ രാത്രിയിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന ജിബ്രീല കാന യുദാരിസു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആന ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുർആൻ പഠനം നടത്താറുണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ഇങ്ങനെയായിരുന്നു ഈ പഠനം ഉണ്ടായിരുന്നത്. മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞതായി കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ റമളാൻ തീരുമ്പോഴേക്ക് 60 തവണ ഖുർആൻ ഖത്മ് ചെയ്ത് തീർക്കും. ചില പണ്ഡിതന്മാർ 30 തവണ, അതിൻ്റെ പകുതി 30 തവണ ഖുർആൻ മുഴുവൻ ഖത്മ് ചെയ്തു തീർത്തതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പറഞ്ഞു വന്നത്, മുൻഗാമികൾ ഖുർആനുമായി ഇത്ര വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു റമദാനിൽ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഖുർആനുമായി നമ്മൾ റമദാനിൽ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഖുർആനുമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മളുടെ അഖീദയാണ്. ഖുർആനുമായുള്ള നമ്മളുടെ വിശ്വാസം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം ആണ് എന്നുള്ളതാണ്. അന്നൽ ഖുർആന കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? ഖുർആനുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ വിശ്വാസം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ച അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ തന്നെ അള്ളാഹു കലാമുല്ലാഹ് എന്ന് ഖുർആനിനെ പറ്റി വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു സൃഷ്ടാവാണ്. അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചതല്ല എങ്കിൽ ആ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും എന്താണ്? ആ അള്ളാഹുവിലുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും സൃഷ്ടിയല്ല. അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അള്ളാഹുവിൻ്റെ സംസാരം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, നേരെ മറിച്ച് അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് എന്ന് ഉലമാക്കൾ വ്യക്തമായി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അവൻ ഖുർആനിനെയും സുന്നത്തിനെയും കളവാക്കിയിരിക്കുന്നു. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ ഖുർആനിനെയും സുന്നത്തിനെയും കളവാക്കിയിരിക്കുന്നു. സഹാബികൾക്ക് ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത സ്വഹാബികളുടെ ഏകോപിച്ച അഭിപ്രായമായിരുന്നു ഇത്. മഹാനായ അംറു ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈങ്ങളിൽ വളരെ പ്രമുഖനായ താബിഈങ്ങളിലെ കിബാറു താബിഈൻ,
താബിഈങ്ങളിലെ മുതിർന്ന ആളുകളിൽപ്പെട്ട ആളാണ് അംർ ഇബ്നു ദീനാർ. അദ്ദേഹം പറയാണ്, അദ്റക്തു الناس من 70 سنة من الصحابة ومن دونهم. സ്വഹാബികൾ അവരിൽ ഒരുപാട് ആളുകളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, അവരുമായി ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. വകാനൂ യഖൂലൂൻ, അവരെല്ലാവരും പറഞ്ഞിരുന്നത് അല്ലാഹു ഖാലിഖുൻ, അല്ലാഹു ഖാലിഖാണ്. വമാ സിവാഹു മഖ്ലൂഖുൻ, അല്ലാഹുവിന് പുറമെയുള്ളതെല്ലാം സൃഷ്ടിയാണ്. വൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. മിൻഹു ബദഅ വ ഇലൈഹി യഊദ്, അവനിൽ നിന്നാണ് ഖുർആൻ ആരംഭിച്ചത്, അഥവാ അവൻ ആ ഖുർആൻ കൊണ്ട് സംസാരിച്ചിരിക്കുന്നു, അവനിലേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്യും. ഇതായിരുന്നു ഖുർആനുമായി ബന്ധപ്പെട്ട് സ്വഹാബികളുടെ വിശ്വാസം. അപ്പൊ ഖുർആൻ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്? ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അത് ഉറ്റാലോചിക്കുക എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി. നിങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ച ഈ ഖുർആൻ അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. എന്തിനാണ് അല്ലാഹു അവതരിപ്പിച്ചത്? ലിയദ്ദബ്ബറു ആയാതിഹി, നിങ്ങൾ ആ ആയത്തുകൾ ഉറ്റാലോചിക്കുന്നതിനു വേണ്ടി. മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ ആയത്ത് ഉറ്റാലോചിക്കുന്നതിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നമാ ഉൻസിലൽ ഖുർആനു ലിയുഅമല ബിഹി വയദ്ദബ്ബറ ആയാതിഹി. ഖുർആൻ അവതരിപ്പിച്ചത് ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഫത്തഖദന്നാസു ഖിറാഅതഹു അമല, ജനങ്ങൾ എന്ത് ചെയ്തു? അമലാക്കി. എന്താ അമലാക്കിയത്? ഖുർആൻ കേവലം ഓതുക എന്നുള്ളത് മാത്രം അമലാക്കി. അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാതെ ഖുർആൻ കേവലം പാരായണം ചെയ്യുക എന്നുള്ളത് അമലാക്കി മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഖുർആൻ ഉറ്റാലോചിക്കണം. അല്ലാഹു ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ല, ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവർ ഖുർആൻ ചിന്തിക്കാതെ അവരുടെ ഹൃദയങ്ങൾ പൂട്ടിവെച്ചിരിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അല്ലാഹുവിൽ നിന്നല്ലായിരുന്നു എങ്കിൽ ഈ ഖുർആനിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണുവാൻ സാധിക്കും. അല്ലാഹു ഖുർആനെ ചിന്തിക്കാത്ത, ഉറ്റാലോചിക്കാത്ത ആളുകൾ അവരാക്ഷേപിച്ചിട്ടുണ്ട്. എന്താണ് ഖുർആൻ ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ? ഖുർആൻ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൻ്റെ ആയത്തുകൾ മനസ്സിലാക്കുക, ആ ആയത്തുകൾ ഓതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. ഖുർആനെ തദബ്ബുർ ചെയ്യുക, ഉറ്റാലോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൻ്റെ ആയത്തുകൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ ആശയത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കൽ ഒരുപാട് ശ്രദ്ധയുള്ള കാര്യമാണ്. എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, റമദാൻ പോലെയുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ആ സന്ദർഭങ്ങളിൽ ഖുർആൻ അത് പാരായണം ചെയ്യാണോ വേണ്ടത്, അതല്ല അതിൻ്റെ തഫ്സീർ ആശയം മനസ്സിലാക്കുകയാണോ ചെയ്യേണ്ടത്? ഏതാണ് പ്രാധാന്യമുള്ള കാര്യം? പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഇത്തരം ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക എന്നതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ റമദാൻ പോലെയുള്ള ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ ഖുർആൻ ധാരാളം ഓതുക എന്നുള്ളതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതാണ് സലഫു സ്വാലിഹീങ്ങളുടെ മാതൃക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സലഫു സ്വാലിഹീങ്ങൾ 60 തവണ 30 തവണ ഒക്കെ ഖുർആൻ ഓതി പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നത് ആശയം മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഈ സന്ദർഭങ്ങളിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നതിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുർആൻ ഓതുമ്പോൾ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്,
ചുണ്ടോ നാവോ ചലിപ്പിക്കാതെ മനസ്സിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. മുസ്ഹഫിൽ നോക്കി ചുണ്ടോ നാവോ അനക്കാതെ എന്ത് ചെയ്യും? മനസ്സിൽ പാരായണം ചെയ്യും. ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ അത് പാരായണമായി എന്ത് ചെയ്യില്ല, പരിഗണിക്കപ്പെടുകയില്ല. ഒരാൾ ചുണ്ടോ നാവോ അനക്കാതെ ഓതിക്കഴിഞ്ഞാൽ, മനസ്സിൽ മാത്രം ഓതിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യൂല, പാരായണത്തിന്റെ പരിധിയിലേക്ക് എത്തൂല. അത് ഖുർആൻ പാരായണത്തിന്റെ കാര്യം മാത്രമല്ല, ദിക്റുകളും അങ്ങനെ തന്നെയാണ്. മനസ്സിൽ ഇങ്ങനെ പറയലില്ല, നാവ് ചലിപ്പിച്ച് ചുണ്ടനക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ദിക്റു ചൊല്ലേണ്ടതും ഖുർആൻ ഓതേണ്ടതും. ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ, ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ചുണ്ടനക്കാതെ നാവ് ചലിക്കാതെ മനസ്സിൽ മാത്രം ചൊല്ലിയാൽ അത് മതിയാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അൽ ഇസ്തിആദ. അള്ളാഹുവിനോട് ശൈത്താനിന്റെ ഷർറിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലൽ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അള്ളാഹു അത് കൽപ്പിച്ചതാണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ഷൈത്താനിന്റെ ഷർറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. എന്താണ് ഖുർആൻ ഓതുമ്പോൾ ഇത് പ്രത്യേകം ചൊല്ലണമെന്ന് പറയുന്നതിനുള്ള കാരണം എന്താ? അറിയാം, ഷൈത്താനിന്റെ പണി എന്താണ്? ജനങ്ങളെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഖുർആൻ ജനങ്ങളെ ഹിദായത്തിലേക്ക് അടുപ്പിക്കുന്നു. ജനങ്ങൾക്ക് സത്യത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ഖുർആൻ ജനങ്ങളെ അടുപ്പിക്കുന്നു. എന്നാൽ ഷൈത്താനാകട്ടെ അവന്റെ പണി ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഖുർആൻ ഓതുമ്പോൾ പിശാചിന്റെ കുതന്ത്രം, പിശാചിന്റെ വസ്വാസുകൾ ഖുർആൻ ഓതുമ്പോൾ പ്രതീക്ഷിക്കപ്പെടാം. അത് ഉണ്ടാകുവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലണം എന്ന് പറയുന്നതിനുള്ള കാരണം. ചില പണ്ഡിതന്മാർ അത് വാജിബാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലാഹുവേ ശപിക്കപ്പെട്ട പിശാചിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നമുക്കറിയാം, പിശാച് നമ്മുടെ ശത്രുവാണ്, പ്രത്യക്ഷ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ്. പക്ഷേ ആ ശത്രുവിനെ നമുക്ക് നേരിൽ കാണാൻ സാധിക്കുകയില്ല, അങ്ങനെ നേരിടാൻ പറ്റില്ല. അപ്പൊ നേരിട്ട് കാണാൻ സാധിക്കാത്ത, അങ്ങനെ നേരിട്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത പിശാചി അവന്റെ ഷർറിൽ നിന്ന്, അവന്റെ ഷർറിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന, അവന്റെ ഷർറിനെ ഏറ്റവും നന്നായി തടുക്കാൻ കഴിവുള്ളവനായ അള്ളാഹുവിനെ അവന്റെ കാര്യമേൽപ്പിക്കും. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതിൻ്റെ ആശയം. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ചൊല്ലണം. അല്ലെ, നമ്മൾ ഖുർആൻ ഓതാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ ഉറക്കം വരുന്നു, ചിന്തകൾ പോകുന്നു, മടി വരുന്നു. പിശാചിന്റെ വസ്വാസാണ്, പിശാചിന്റെ കുതന്ത്രമാണ്. ഒരാൾ മനസ്സറിഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ഇത്തരം വസ്വാസുകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സജദയുടെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകും. ഖുർആൻ ഓതുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 15ഓളം സജദയുടെ ആയത്തുകൾ ഖുർആനിലുണ്ട്. അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ സുജൂദുള്ള ആയത്തുകൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ സുജൂദ് ചെയ്യുക എന്നുള്ളത് മുസ്തഹബായ സുന്നത്തായ കാര്യമാണ്. അങ്ങനെ സുജൂദ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജ്ദ ഫസജദ ഇഅ്തസല അശ്ശൈത്താനു യബ്കി. ഒരാൾ ഖുർആൻ ഓതി അപ്പോൾ സജദയുടെ ആയത്തെത്തുകയും
അവൻ സുജൂദ് ചെയ്യുകയും ചെയ്താൽ ശൈത്താൻ മാറി നിൽക്കുകയും കരയുകയും ചെയ്യും. എന്നിട്ട് പറയും, ശൈത്താൻ പറയും, യാ വൈലി, എൻ്റെ കാര്യം എത്ര കഷ്ടമാണ്, എനിക്കെന്തൊരു നാശമാണ്. ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. മനുഷ്യനത് അള്ളാഹു ഖുർആനിൽ സുജൂദിനെ കൊണ്ട് കൽപ്പിക്കുന്നു. അവൻ സുജൂദ് ചെയ്യുകയും സുജൂദ് ചെയ്തതിൻ്റെ കാരണത്താൽ അവന് സ്വർഗമുണ്ടാവുകയും ചെയ്യുന്നു. വഉമിർതു ബിസ്സുജൂദി ഫഅബൈതു ഫലിയന്നാർ. എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു, പക്ഷെ ഞാൻ വിസമ്മതിക്കുകയും അത് കാരണം എനിക്ക് നരകമുണ്ട് എന്ന് ശൈത്താൻ പറയുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ശൈത്താനിനെ കരയിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. സജദയുടെ ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സുജൂദ് ചെയ്യുക. അത് സുന്നത്തായ കാര്യമാണ്. സജദയുടെ സുജൂദിൽ, തിലാവത്തിൻ്റെ സുജൂദിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? മറ്റുള്ള സുജൂദുകളിൽ ചൊല്ലുന്നത് തന്നെ എന്ത് ചെയ്യുക, തിലാവത്തിൻ്റെ സുജൂദിലും ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ്, ചെറിയ അശുദ്ധിയുള്ള വുളു ഇല്ലാത്ത ആളുകൾ ഖുർആൻ കൈകൊണ്ട് നേരിട്ട് സ്പർശിക്കുവാൻ പാടില്ല. വുളു ഇല്ലാത്ത ആളുകൾ ഖുർആൻ എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ഹഫ് കൈകൊണ്ട് നേരിട്ട് സ്പർശിക്കാൻ പാടില്ല. ഇത് സ്വഹാബികൾക്കിടയിലും താബിഈങ്ങൾക്കിടയിലുമെല്ലാം ഇജ്മാ ഉള്ള കാര്യമാണ്. ഇത് മനപ്പാടമുള്ളത് ഓതുക എന്നുള്ളതല്ലാതെ ഖുർആൻ മുസ്ഹഫ് നേരിട്ട് കൊണ്ട് കൈകൊണ്ട് സ്പർശിക്കുവാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നേരിട്ടിട്ടല്ലാതെ മുസ്ഹഫ് പിടിക്കാം, വല്ല തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അങ്ങനെ മുസ്ഹഫ് പിടിക്കാം. അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഓതാം. മൊബൈൽ ഫോണിൽ വുളു ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, ഖുർആൻ ഓതാം. അപ്പം മുസ്ഹഫിൽ ഖുർആൻ ഓതുന്നതും മൊബൈൽ ഫോണിൽ ഓതുന്നതും പണ്ഡിതന്മാർ പറഞ്ഞത് ഒരുപോലെ തന്നെയാണ്. എൻ്റെ പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ല, ഒരേ പ്രതിഫലം തന്നെയാണ്. മുസ്ഹഫിൽ ഓതുന്നതും ഖുർആനിലെ മുസ്ഹഫിൽ ഓതുന്നതും ഒരേ പ്രതിഫലം തന്നെയാണ്. പക്ഷേ മൊബൈൽ ഫോണിൽ ഓതുന്നതിന് വുളു ആവശ്യമില്ല. കാരണം എന്താ, അവിടെ നേരിട്ട് മുസ്ഹഫ് കൈകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പിടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ചെറിയ അശുദ്ധിയുള്ള വുളു ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ കൈകൊണ്ട് നേരിട്ട് സ്പർശിക്കാൻ പാടില്ല. ഇനി വലിയ അശുദ്ധിയുള്ള ആളുകൾ, ജനാബത്തുള്ള ആളുകൾ, അവർ ഖുർആൻ സ്പർശിക്കാതെയോ സ്പർശിച്ചുകൊണ്ടോ ഓതുവാൻ പാടില്ല. ഹിഫ്ളിൽ നിന്ന് പോലും എടുത്തുകൊണ്ട് ഓതുവാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അമ്മൽ ജുനുബു ഫലാ വലൗ ആയത്തിൻ. ജനാബത്തുള്ള ഒരാൾ അവൻ ഖുർആൻ ഒരു ആയത്താണെങ്കിൽ പോലും ഓതുവാൻ പാടില്ല. ഖുർആനിൻ്റെ മഹത്വം, ഖുർആൻ ആദരിക്കലാണ്, ഖുർആനോട് ബഹുമാനം കാണിക്കുന്നതിൻ്റെ ഭാഗമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ലൈസ ലിൽ ജുനുബി അൻ യഖറഅൽ ഖുർആന മിൻ ഹിഫ്ളിഹി. ജനാബത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മനപ്പാടമുള്ള ഖുർആൻ പോലും ഓതുവാൻ പാടില്ല. ജനാബത്തിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം ഓതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരുവൻ ഖുർആൻ ഓതി തീർത്തു കഴിഞ്ഞാൽ, ഖത്മ് തീർത്തു കഴിഞ്ഞാൽ അവന് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനക്കുള്ള അവസരമുണ്ട്. ഖുർആൻ പൂർണ്ണമായി ഒരുവൻ ആദ്യാവസാനം മുഴുവൻ ഓതിക്കഴിഞ്ഞാൽ ആ ഓതിക്കഴിഞ്ഞ സന്ദർഭത്തിൽ അവന് ഒരു ദഅവത്തുൻ മുസ്തജാബ, അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള, പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു പ്രാർത്ഥനക്കുള്ള അവസരമുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, കാന ഇദാ ഖതമൽ ഖുർആന ജമഅ അഹ്ലഹു വദഅ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖുർആൻ പൂർണ്ണമായി ഓതി തീർത്താൽ കുടുംബക്കാരെ വിളിച്ചു കൂട്ടുകയും അദ്ദേഹം ദുആ ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ദുആ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ദുആകളുണ്ടോ? പ്രത്യേക ദുആകളായി ഒന്നും തന്നെ ഇല്ല. ഒരാൾക്കപ്പോൾ പ്രാർത്ഥിക്കാം, എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട അവന് ആവശ്യമുള്ള എന്തും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അത് പ്രത്യേകം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന
സമയമാണ് എന്ന് പണ്ഡിതന്മാർ ഇത്തരം അസറുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഒരുവൻ ഖുർആൻ ഖത്മ് തീർക്കുകയാണെങ്കിൽ ഖത്മ് തീർക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? ഉലമാക്കൾ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ ഖത്മ് തീർക്കുക. ഒരാൾ ഖുർആൻ ഓതി തീരാനായി എപ്പോഴാണ് അവസാനിപ്പിക്കൽ നല്ലത്? ഒന്നല്ലെങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ ഖത്മ് തീർക്കുക. അതല്ലെങ്കിൽ രാവിന്റെ പകലിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യാം? ഖത്മ് തീർക്കുക. ഇതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അഫ്ദലായ കാര്യം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ ഫഇന്നൽ മലായികത തുസല്ലി അലൈഹി, ഒരുവൻ ഖത്മ് തീർത്താൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഫഇൻ ഖതമഹു ഫിന്നഹാരി തുസല്ലി അലൈഹിൽ മലായികതു ഹത്താ തഗ്റുബ അശ്ശംസു, ഒരുവൻ പകലാണ് ഖത്മ് തീർത്തത് എങ്കിൽ ആ പകൽ അവസാനിക്കുന്നതുവരെ, സൂര്യൻ അസ്തമിക്കുന്നതുവരെ മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഇനി വഇദാ ഖതമഹു ഫിൽ ലൈൽ, രാത്രിയാണ് അവൻ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നത് എങ്കിൽ തുസല്ലി അലൈഹിൽ മലായികതു ഹത്താ യത്ലുഅൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ മലക്കുകൾ എന്ത് ചെയ്യും? അവന്റെ മേൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇത് സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മൻ ഖതമൽ ഖുർആന ഫി അവ്വലിൻ നഹാർ, രാവിന്റെ തുടക്കത്തിൽ ആരെങ്കിലും ഖത്മ് തീർത്താൽ സല്ലത്ത് അലൈഹിൽ മലായികതു ബഖിയത നഹാരി, ബാക്കിയുള്ള ആ പകൽ മുഴുവൻ മലായികത്തുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി രാത്രിയുടെ തുടക്കത്തിലാണ് ഖത്മ് തീർത്തത് എങ്കിലോ മലായികത്തുകൾ ഫജ്ർ ആകുന്നതുവരെ, പ്രഭാതമാകുന്നതുവരെ അവന്റെ മേൽ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇദാ കാന ലൈലു തവീലൻ, രാത്രി സുദീർഘമായ രാത്രിയാണ് എങ്കിൽ ഫഖ്തമിൽ ഖുർആന ഫി അവ്വലിൽ ലൈൽ, രാത്രിയുടെ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഖത്മ് പൂർത്തിയാക്കുക. വഇദാ കാന അൻ-നഹാറു തവീലൻ, സുദീർഘമായ പകലാണ് എങ്കിൽ ഫഖ്തിമിൽ ഖുർആന ഫി അവ്വലിൻ നഹാർ, ആ പകലിന്റെ തുടക്കത്തിൽ നീ ഖുർആൻ ഓതി തീർക്കുക. കാരണം എന്താ? ഹത്താ തുസല്ലി അലൈക്കൽ മലായികതു അത്വല വഖ്തിൻ, മലക്കുകളുടെ പ്രാർത്ഥന ധാരാളം സമയം, കൂടുതൽ സമയം ലഭിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഒന്നല്ലെങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ മഗ്രിബ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക? ഖത്മ് അത് എത്താനായിട്ടുണ്ട് എങ്കിൽ അപ്പോൾ തീർക്കുക. അതല്ലെങ്കിൽ ഫജ്റിന് ശേഷം എന്ത് ചെയ്യുക? തീർക്കുക. ഒരാൾക്ക് അതിനു മുമ്പ് തന്നെ ഖത്മ് തീരാനായിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ഉലമാക്കൾ പഠിപ്പിച്ചതായി കാണാം, കുറച്ച് സൂറത്തുകൾ ബാക്കി വെക്കുക. എന്നിട്ട് ബഖറ മുതൽ ഫാത്തിഹ മുതൽ ബഖറ, ആൽ ഇംറാൻ ഇങ്ങനെ ഓതി തുടങ്ങുക. എന്നിട്ട് ആ രാത്രിയുടെ തുടക്കമാകുമ്പോൾ ബാക്കി ഓതാനുള്ള, അവസാനിപ്പിക്കാനുള്ള സൂറത്തുകൾ ഓതുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ എന്താ ഉപകാരം? അത്രയും അധികം സമയം എന്ത് ചെയ്യും? മലക്കുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കും. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ പല ആളുകളിൽ സംഭവിക്കുന്ന ഒരു ബിദ്അത്താണ് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സ്ഥിരമായി സദഖല്ലാഹുൽ അസീം എന്ന് പറയുക എന്നുള്ളത്. ഖുർആൻ എത്രയാണോ ഓതാൻ ഉദ്ദേശിച്ചത് അത് ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഖുർആൻ പൂട്ടി സദഖല്ലാഹുൽ അസീം എന്ന് പറയും. അതല്ലെങ്കിലോ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ മുസ്ഹഫ് ചുംബിക്കും. അതല്ലെങ്കിലോ ഖുർആൻ ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുസ്ഹഫ് അത് എടുക്കുകയും ചുംബിക്കുകയും ചെയ്യും. ഇത് ബിദ്അത്തുകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇത് സ്വഹാബികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത കാര്യമാണ്. സ്വഹാബികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇത് മാതൃകയില്ലാത്ത കാര്യമാണ്. അത് സദഖല്ലാഹുൽ അസീം എന്ന് പറയൽ അത് ഖൈറായിരുന്നു എങ്കിൽ, മുസ്ഹഫ് അത് ചുംബിക്കൽ അത് ഖൈറായിരുന്നു എങ്കിൽ നമുക്ക് മുമ്പ് സ്വഹാബികൾ അത് ചെയ്തിരുന്നു. അത് ഖൈറായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുമില്ല. അല്ലാഹുവിൻ്റെ റസൂലോ സ്വഹാബത്തോ ചെയ്തു കാണിക്കാത്ത
ദീനിൻ്റെ കാര്യത്തിലുള്ള പുതിയ അമലുകൾ അത് ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മുസ്ഹഫിൽ നോക്കുക എന്നുള്ളത്, നോക്കി ഓതുക എന്നുള്ളത് ഇബാദത്താണ്. മുസ്ഹഫിൽ കേവലം നോക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഒരുവൻ മനഃപ്പാടമുള്ള ഖുർആൻ ഓതുന്നു, അതിനേക്കാൾ ശ്രദ്ധതയുള്ള കാര്യമാണ് മുസ്ഹഫിൽ നോക്കി ഓതുക എന്നുള്ളത്. കാരണം മുസ്ഹഫിൽ നോക്കി ഓതുക എന്നുള്ളത് അത് ഇബാദത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അദീമുൻ നദറ ഫിൽ മുസ്ഹഫ്, നിങ്ങൾ ഖുർആൻ മുസ്ഹഫിൽ നോക്കി സ്ഥിരമായി ഓതുക, സ്ഥിരമായി നിങ്ങൾ മുസ്ഹഫിൽ നോക്കി ഓതുക. അതിന് പ്രത്യേകം സ്ഥാനം കൊടുത്തിരുന്നു പണ്ഡിതന്മാർ, സ്വഹാബികൾ അതിന് പ്രത്യേകം പരിഗണിച്ചിരുന്നു ഖുർആനിൽ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഖുർആനിൽ ഒരുവൻ നോക്കിയിട്ടാണ് ഖുർആൻ ഓതുന്നത് എങ്കിൽ നോക്കുന്ന പ്രതിഫലവും ആ ഇബാദത്തിന്റെ പ്രതിഫലവും ഓതുന്നതിന്റെ പ്രതിഫലം രണ്ടും ഒരുവന് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നൽ ഖിറാഅത മിനൽ മുസ്ഹഫി അഫ്ദൽ ലിഅന്നഹു യസ്തമിലു അല തിലാവതി വന്നദരി ഫിൽ മുസ്ഹഫി വഹുവ ഇബാദത്തുൻ. ഒരുവൻ മുസ്ഹഫിൽ നോക്കി ഓതുക എന്നുള്ളതാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. മനഃപ്പാടമുള്ളത് അത് ഓതുക എന്നതിന് അതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളത് മുസ്ഹഫിൽ നോക്കി ഓതുക എന്നുള്ളതാണ്. കാരണം എന്താണ്? ഓതുക എന്നുള്ള ഇബാദത്തും നടക്കും, മുസ്ഹഫിലേക്ക് നോക്കുക എന്ന രണ്ട് ഇബാദത്തും അവിടെ നടക്കും എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകരിഹു അയ്യംദിയ അലർ റജുലി യൗമുൻ ലാ യൻദുറു ഫീ മുസ്ഹഫിഹി. മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ വെറുത്തിരുന്നു അവരുടെ ദിവസങ്ങളിൽ നിന്ന് ഒരു ദിവസം മുസ്ഹഫിലേക്ക് നോക്കാത്ത ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോവുക എന്നുള്ളത് അവർ വെറുത്തിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അവസാനമായി ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഖുർആൻ ഓതുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ ഖുർആൻ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അവർ ഓതുമ്പോൾ അവർ ഫോണൊന്നില്ലെങ്കിൽ സൈലൻ്റ് ആക്കിയിട്ടോ അതല്ലെങ്കിൽ അതിലേക്ക് മെസ്സേജുകളോ കോളുകളോ വരാത്ത രൂപത്തിലാക്കിയതിന് ശേഷം ഖുർആൻ ഓതുക. അതല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോഴുള്ള ശ്രദ്ധ മാറിപ്പോവുകയും മറ്റു പല കാര്യങ്ങളിലേക്കായി ശ്രദ്ധ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നോട്ടവും എല്ലാം മാറിപ്പോവുകയും ചെയ്യും. ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ പാരായണത്തിലേക്ക് മാത്രമായി എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഖുർആൻ മുസ്ഹഫ് നമ്മൾ കയ്യിലെടുത്തിട്ടാണ് ഓതുന്നതെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ഖുർആനോത്തിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓതുന്നത് റബ്ബിൻ്റെ കലാമാണ്. റബ്ബിൻ്റെ കലാമിനോട് നമ്മൾ മര്യാദകേട് കാണിക്കുവാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഹിദായത്തിനായി അവതരിപ്പിച്ച ഖുർആനാണ് നമ്മൾ ഓതുന്നത്. റബ്ബു നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുർആൻ ഓതുവാൻ തീരുമാനിച്ച ആ ഒരു ഭാഗം അത് ഓതി തീരാതെ അദ്ദേഹം ദൈവം സംസാരിക്കുകയില്ല. മറ്റൊരു കാര്യത്തിലും അദ്ദേഹം ഏർപ്പെടൂല. മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ഏർപ്പെടണമെങ്കിൽ അദ്ദേഹം ഓതാൻ വിചാരിച്ചത് പൂർണ്ണമായി ഓതിത്തീരണം. അതിൻ്റെ ഇടയിൽ ഓത്തിൻ്റെ ഇടയിൽ പിന്നെ വേറെ പരിപാടിയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഖുർആനിനോടുള്ള മര്യാദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.